ഗുരുക്കൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നു. പണ്ട് മുതലേ കരുതി വെച്ച ശാന്തമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്ത് അവളെ ഏൽപ്പിക്കാനും ദേവന് രാജാവാക്കാനും ഒക്കെ തീരുമാനിച്ചതാ. അതിനിടയ്ക്കാണ് ഈ സംഭവം. എന്നാ ചെറിയമ്മയ്ക്ക് ആസ്തി കൊടുക്കണ്ട, ദേവനെ രാജാവാക്കാനുള്ള തീരുമാനവും മാറ്റിവെച്ചേക്ക്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഊർമിളെ, നിന്റെ നാവടക്ക. ഞാൻ പറയുന്നതിൽ എന്താ തെറ്റെന്തോമേ? എല്ലാരും ഒന്ന് നല്ലപോലെ ആലോചിച്ച് നോക്ക്. അന്ന് എന്നോ ഒരിക്കൽ ചെറിയമ്മയ്ക്ക് അച്ഛൻ ആസ്തി എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് എന്തായി? 20 വർഷം ഭർത്താവിനെയും മകളെയും കുടുംബത്തെയും നഷ്ടപ്പെട്ട് ആ ചന്ദ്രികയുടെ തടവിൽ കഴിയേണ്ടി വന്നു. അതുപോലെ ദേവനെ രാജാവാക്കണമെന്ന് എപ്പോ തീരുമാനിച്ചാലും ഇങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും ഒരു ആപത്ത് വന്നു ചേരും. കഴിഞ്ഞ ദിവസം അച്ഛൻ രാജപദവി തിരികെ സ്വീകരിച്ചതും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലല്ലേ നടന്നത്? വൈദേഹിയുടെ പ്രശ്നത്തിനും പരിഹാരമായി. ചെറിയമ്മയും വീട്ടിൽ തിരിച്ചെത്തി. വീണ്ടും രാജപദവിയുടെയും ആസ്തിയുടെയും സംസാരം തുടങ്ങിയതും വീണ്ടും പ്രശ്നത്തിലായി. നമ്മളൊരു വിഷയത്തിലൊരു തീരുമാനമെടുക്കുമ്പോഴും അല്ലെങ്കിൽ എടുത്ത തീരുമാനത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും നിമിത്തങ്ങൾ അതിന് എത്രമാത്രം അനുകൂലിക്കുന്നു എന്ന് നോക്കണ്ടേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഗുരുക്കളെ? രാജഗുരുക്കളെ, ഈ ആസ്തി എന്നെ ഏൽപ്പിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഇതൊന്നും എനിക്ക് ഒരിക്കലും വേണ്ട. എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവി എനിക്ക് ആ പദവി വേണമെന്നില്ല. മാത്രമല്ല, എന്റെ കുടുംബത്തിൽ ആർക്കും ഒരു ആപത്തുണ്ടാവാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയും വേണം. വരാനുള്ള ആപത്തിനെ വഴിയിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിന്റെ പേരിൽ അധികാരങ്ങളെയും അവകാശങ്ങളെയും മാറ്റിവയ്ക്കുകയും അരുത്. എന്തൊക്കെയോ സംഭവിക്കുമെന്ന ഭയത്തിൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൂടുതൽ ആപത്തുകളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ശരിക്കും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ദേവൻ ഇവിടുത്തെ രാജപദവി നൽകുന്നതോ അല്ലെങ്കിൽ അമ്മായിക്ക് സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതോ ആണെങ്കിൽ
അത് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഇതിന് പുറകിലെന്ന് ഉറപ്പല്ലേ? ഇത് നമ്മുടെ കുടുംബത്തിലെ മാത്രം പ്രശ്ന. ഈ കാര്യത്തിൽ താല്പര്യമില്ലാത്ത ആരാ ഉള്ളത്? കറങ്ങിത്തിരിഞ്ഞു വരുണിന്റെ നേരെയാണല്ലോ. വരുൺ പിടിക്കപ്പെട്ടാൽ ഞാനും പിടിക്കപ്പെടും. വിഷയം മാറ്റുന്നതാണ് ബുദ്ധി. വേറെ ആരാവാൻ? ചന്ദ്രികയാണെന്ന് തെളിഞ്ഞതല്ലേ? ചന്ദ്രിക മരിച്ചില്ലേ? എന്നിട്ടും പ്രശ്നങ്ങൾ അടങ്ങിയില്ലല്ലോ. പിന്നെ ആ മാളവികയാണെന്ന് വിചാരിക്കണമെങ്കിൽ അവളിപ്പോ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലല്ലോ. പിന്നെ ആരായിരിക്കും കാരണം? കാരണം എന്തുമാകട്ടെ, ചില ദോഷങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ്. ആ ദോഷങ്ങളെല്ലാം മായുന്നതുവരെ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ദശരഥ. ദോഷങ്ങൾ അകലുവാൻ ഒരു പരിഹാരമാർഗം പറയാം. അതിനുശേഷം മതി ദേവന് രാജപദവി നൽകുന്നതും ശാന്താദേവിയുടെ സ്വത്തുക്കൾ അവളെ ഏൽപ്പിക്കുന്നതും. അതുവരെ ഓരോരുത്തരും ജാഗ്രതയോടെ ഇരിക്കണം. എന്നാ ഞാനിറങ്ങുന്നു. ആ ശരി. രാജഗുരുക്കളെ, നിന്റെ മുഖത്ത് എന്തൊക്കെയോ സംശയങ്ങളുണ്ടല്ലോ. എന്നിട്ട് നീ മൗനം പാലിക്കുന്നത് എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇതൊന്നും സംശയങ്ങളല്ല ഗുരുക്കളെ, പേടിയാണ്. എന്റെ സാഹചര്യങ്ങൾ അത്രയും ഗുരുക്കൾക്ക് അറിയാവുന്നതാണല്ലോ. ചെറുപ്പത്തിലെ അമ്മയെ അച്ഛനെ നഷ്ടപ്പെട്ടതാ എനിക്ക്. എന്നിട്ട് ഇത്രയും വലിയ വീട്ടിലെ മരുമകളായി എന്നെ പ്രസവിച്ച എന്റെ അമ്മ തിരിച്ചെത്തുന്നത് വരെ മരുമകളായ എന്റെ സ്ഥാനം പോലും ചോദിച്ചിരുന്നായിരുന്നു. എല്ലാം ഒന്ന് ശരിയായല്ലോ എന്നോർത്ത് സമാധാനിക്കുമ്പോഴാ എന്തൊക്കെയോ അബദ്ധം ഇനിയുണ്ടെന്ന് പറഞ്ഞത്. അത് കേൾക്കുമ്പോ പേടിയാവുന്നു. ഈ കുടുംബത്തിൽ നിന്ന് എന്നെ അകറ്റിയാലോ, എന്റെ ബന്ധങ്ങൾ എന്നിൽ നിന്നും അകന്നു പോയാലോ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എനിക്കൊന്നും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല മോളെ. എന്നാലും ചെറിയൊരു സൂചന മാത്രം നൽകാൻ സാധിക്കും. നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഭർത്താവിന്റെ കൈ മുറുകെ പിടിച്ചോണം. എല്ലാം ശുഭപരിവസായിയാകണമെങ്കിൽ നിങ്ങൾ ഒരുമയോടെ കഴിയണം. കൊട്ടാരം വീടിന്റെ അനന്തരാവകാശിയെ ദശരഥ രാമവർമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കണം. പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം അവിടുന്ന് തുടങ്ങിക്കോളും. ആയിക്കോട്ടെ ഗുരുക്കളെ. ശുഭമായിരിക്കട്ടെ. ഏറ്റവും നല്ല വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാവും. നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ വേസ്റ്റും പശുവിന്റെ മൂത്രവും ഒന്നിച്ചു ചേർത്ത് ഒരു ചട്ടിയിലാക്കി മണ്ണിട്ട് മൂടി വെക്കണം. എത്ര വലിയ അറിവായത്! വളരെ ഉപകാരമുണ്ട് മോളെ. ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാലും കർഷകരെക്കാളും വലിയ സയന്റിസ്റ്റ് മറ്റാരും തന്നെയില്ല. ശാസ്ത്രത്തിന്റെ ചെറിയൊരു സഹായം തേടാനായാൽ നിങ്ങളുടെ കൃഷികൾക്കും വിളകൾക്കുമെല്ലാം വലിയ ഫലം കിട്ടി തുടങ്ങും. ഇത്രയും കാലം ഇതുവരെ ഇത് ഞങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. കാർന്നോരുടെ വഴിയെ എന്തൊക്കെയോ ചെയ്തു പോന്നു. നാരായണിയമ്മേ, നിങ്ങളുടെ കൊച്ചുമോള് മിടിക്കുകയാണല്ലോ.
ഇത്ര വലിയ പഠിപ്പ് പഠിച്ച കൊച്ചുമോളുണ്ടെന്ന് ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായില്ലല്ലോ. ഇതുപോലത്തെ ഒരാള് ഓരോ ഗ്രാമത്തിലും ഉണ്ടായിരിക്കണം. മോളിനി എത്ര നാളത്തേക്ക് ഇവിടെ ഉണ്ടാവും? എന്റെ കൊച്ചുമോളിനി എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതെയോ? എന്നാ ഞങ്ങൾ പോട്ടെ. ആ, എല്ലാരും ചെന്ന് ജോലി നോക്ക്. എല്ലാവർക്കും പോവാം, വാ. ഞങ്ങളുടെ ഇവിടെയുള്ള കൃഷിക്കാരൊക്കെ പഞ്ചപാവങ്ങളാ. ഇങ്ങനെയുള്ള വളങ്ങളെക്കുറിച്ചൊന്നും ഒരറിവും ഇല്ലാതെ കടയിൽ ചെന്ന് എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടുക. എന്നിട്ടെന്ത്, കടം കയറി എല്ലാം മുടിയാറാവുമ്പോ എത്രയെത്ര കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നറിയോ? നീ വിചാരിച്ച ഇവരെയൊക്കെ സഹായിക്കാൻ പറ്റും. മോക്കെന്നും നല്ലതേ ഉണ്ടാവൂ. എന്റെ കൊച്ചുമോളെ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? അവിടെ ഒരു കൊലപാതകം ചെയ്തിട്ട് ഇവിടെ വന്ന് ശീലാവധി ചമയുന്നോടി. ഏമാനെ, അങ്ങനെയല്ല, എന്റെ കൊച്ചുമോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവളങ്ങനെ നിന്റെ കൊച്ചുമോളാകും. ഇവിടെ ഒരു കൊലപാതകയാ. കൊലപാതകയോ? ഞങ്ങളുടെ സാറിനെ കൊന്നിട്ട് ഇവിടെ വന്ന് നല്ലവളി ചമയ്യ. ഇല്ല മുത്തശ്ശി. അയ്യോ, അങ്ങനെയൊന്നുമല്ല. എന്റെ കൊച്ചുമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവളെ വിട്ടേക്ക്, അവളെ വെറുതെ വിട്ടേക്ക്. എന്റെ മോളെ. അങ്ങോട്ട് എടാ രാമകൃഷ്ണ, വിശ്വംഭര, ഒന്നിങ്ങ് വന്നേ. പെട്ടെന്ന് വാ. ദേ എന്റെ മോളെ പിടിച്ചോണ്ട് പോന്നു. പെട്ടെന്ന് വാ മോളെ, മോളെ, പെട്ടെന്ന് വാടാ. വേഗം വാ. ദേ എന്റെ മോളെ പിടിച്ചോണ്ട് പോന്നു. വായോ വായോ, പെട്ടെന്ന് വായോ മോളെ, മോളെ. മുത്തശ്ശി, മുത്തശ്ശി, ബഹളം ഉണ്ടാക്കണ്ടെന്ന് അടക്കടി മുത്തശ്ശി. ആടിങ്ങോട്ട് എന്നെ വിട്. ആടിങ്ങോട്ട് മുത്തശ്ശി, മുത്തശ്ശി, എന്നെ വിട്. മുത്തശ്ശി, മുത്തശ്ശി, ഇങ്ങോട്ട് വാങ്ങോട്ട് ഒന്ന് വേഗം വാടാ. ആടിങ്ങോട്ട് എന്നെ വിട്. മുത്തശ്ശി, ആടിങ്ങോട്ട് ഇത്രയും നാളും കാലിന് മാത്രമേ കുഴപ്പമുള്ളൂ എന്നാ ഞാൻ കരുതിയേ. പക്ഷെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. നിന്ന് ചാടാതെ കാര്യം എന്താന്ന് പറയടി. എത്ര നല്ല അവസരമാണ് വീണ് കിട്ടിയത്. അത് പ്രയോജനപ്പെടുത്താനുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ. നീ എന്തിനെ കുറിച്ചായി പറഞ്ഞു വരുന്നത്? അത് ശരി, ഇത്രയും നേരം നടന്നു ഒന്നും കണ്ടില്ലായിരുന്നോ? എന്നിട്ട് അറിയാത്ത പോലെ ഒരു ചോദ്യം. ദേവന് രാജപദവി കൊടുക്കാൻ പോകുമ്പോഴൊക്കെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞപ്പോ ദേവനും അത് ശരിവെച്ചത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അപ്പോഴാ അതൊക്കെ ഞാൻ സ്വീകരിച്ചോളന്ന് വാ തുറന്ന് പറയാഞ്ഞതെന്താ? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കൈ കിട്ടില്ലായിരുന്നു. നിന്റെ ഭർത്താവാകാൻ പോലും യോഗ്യതയില്ല, പിന്നെയല്ലേ ഈ പറഞ്ഞ രാജപദവി? ഭർത്താവാൻ ഈ ജന്മം കൊള്ളില്ലെന്ന് എനിക്കും അറിയാം. ഉത്തരവാദിത്വമെങ്കിലും നോക്കി നടത്തിക്കൂടെ? പറ്റില്ലെങ്കിൽ ഞാൻ നോക്കി നടത്തുമല്ലോ. അത്തരം പദവികൾ സ്വീകരിക്കുന്നവർ നിസ്വാർത്ഥമായി കുടുംബത്തിന് വേണ്ടി ചിന്തിക്കണം. നിന്നെ പോലെ സ്വാർത്ഥത പാടില്ല. അവിടെ നിൽക്കുന്നവരെല്ലാരും അവരവരുടെ സ്വാർത്ഥത മാത്രമേ നോക്കുന്നുള്ളൂ. വിഡ്ഢികള് മാത്രമേ നിങ്ങളെപ്പോലെ ചിന്തിക്കുള്ളൂ. നിങ്ങളുടെ അമ്മായിക്ക് അച്ഛൻ പകുതി സ്വത്ത് എഴുതി വെക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? എനിക്കതൊന്നും വേണ്ട, പക്ഷെ മോളുടെ പേരിൽ എഴുതി വെച്ചേക്കാൻ. അതിന്റെ അർത്ഥം എന്താ? പകുതി ആസ്തി വൈദേഹിക്കും, ബാക്കിയുള്ളത് ദേവന്റെ കയ്യിലും ആവുമ്പോ എല്ലാവരുടെ കയ്യിലിരിക്കും. സ്വത്തുമൊത്തം അവരുടെ കയ്യിലായി കഴിഞ്ഞാ പിന്നെ നിങ്ങളോ ഞാനോ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇതൊന്നും ഇന്ന് പുതിയതായിട്ട് എടുത്ത തീരുമാനമൊന്നും അല്ലല്ലോ ഊർമിളെ. നിനക്ക് പിടിക്കാത്തത് കൊണ്ട് ഇവിടെ ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല. കാര്യങ്ങൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ ഞാൻ എന്നെ മാറ്റേണ്ടി വരും. ഇതിനേക്കാൾ കൂടുതൽ ഇനി നീ എന്ത് മാറാനാ ഊർമിളെ? ഞാൻ നിന്റെ ഭർത്താവാണെന്ന ചിന്ത പോലും നിനക്കില്ല. വീട്ടിലുള്ളവർ ബന്ധുക്കളാണെന്ന ചിന്തയും നിനക്കില്ല. അതിനൊക്കെ നീ അനുഭവിച്ചോളും. ഇത്രയും കാലം തലപുണ്ണാക്കി ചിന്തിച്ച് നീ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയല്ലോ. എന്നിട്ട് വല്ലതും നേടാൻ കഴിഞ്ഞോ?
ഇങ്ങനെ മേക്കപ്പ് വിട്ട് നടക്കാൻ മാത്രം കൊള്ളാം. ഈ കുടുംബത്തിന് എന്താ വേണ്ടതെന്ന് അച്ഛന് നല്ലതുപോലെ അറിയാം. അത് അതുപോലെ നടന്നാ മതി. നീ വെറുതെ കാട് കയറി ചിന്തിച്ച് ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തണ്ട. എന്റെ മനസമാധാനം നഷ്ടപ്പെടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ആരും മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വെറുതെ ഇത്രയും കാലവും മാളവിക എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വരുൺ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ചിന്തിച്ചു വെറുതെ അവരെ ആശ്രയിച്ച് സമയം കളഞ്ഞു. ഇനി ഞാൻ വേദി കൈയടക്കിയാൽ എന്താവുമെന്ന് ഇനി അങ്ങോട്ട് എല്ലാവരും മനസ്സിലാക്കും. ഒരു തരി മണ്ണ് പോലും ഇവിടുന്ന് വൈദേഹിക്ക് കിട്ടരുത്. അതുപോലെ രാജാധികാരം ദേവന് കിട്ടാനും ഞാനുള്ളിടത്തോളം അനുവദിക്കില്ല. എല്ലാം ശുഭപരിവസായിയാകണമെങ്കിൽ നിങ്ങൾ ഒരുമയോടെ കഴിയണം. കൊട്ടാരം വീടിന്റെ അനന്തരാവകാശിയെ ദശരഥ രാമവർമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കണം. പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം അവിടുന്ന് തുടങ്ങിക്കോളും. ഓക്കെ, I'll call you back. ദേവിയുടെ കോഫി. എനിക്കിപ്പോ കോഫിയൊന്നും വേണ്ട. ആളെ ഒന്ന് കാണാൻ പോലും കിട്ടത്തില്ല. കോഫിക്കും ചായക്കും ഒരു കുറവുമില്ല. ഇതൊന്ന് കുടിച്ചു നോക്ക് ദേവേട്ടാ. അല്ല, ഒന്ന് നോക്കിയിട്ട് കുടിക്ക്. ഞാനൊരു ഉമ്മ ചോദിച്ച തരാൻ വലിയ പാടാ. എന്നാൽ ലവ് സിമ്പിളൊക്കെ ഇട്ട് കാപ്പി കൊണ്ട് തരാൻ ഒരു മടിയുമില്ല. ഉമ്മയല്ലേ വേണ്ടേ? ഇങ്ങ് വന്നേ. എന്താണെന്ന് മാഡം നല്ല മൂഡിലാണല്ലോ. അല്ല, ഈ ഉമ്മ മാത്രമേ ഉള്ളൂ അതോ ബാക്കിയുള്ളതും കൂടെ എനിക്ക് പ്രതീക്ഷിക്കാവോ? അതൊക്കെ ദേവേട്ടന്റെ ഇഷ്ടം പോലെ മതി. ആ, അതിന് നിന്നെ എനിക്കൊന്ന് ശരിക്ക് കൈ കെട്ടിട്ട് വേണ്ടേ? എനിക്ക് ശരിക്കും വല്ലതൊക്കെ തോന്നുമ്പോൾ വേണ്ട. ഇത് തന്നെ പറഞ്ഞേ. എല്ലാം ദേവേട്ടന്റെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തൊട്ടപ്പടിക്കും ചാടി തുള്ളി പോവാ. അയ്യോ, ഞാൻ പറയുന്നത് ദേവേട്ടന് മനസ്സിലാവാഞ്ഞിട്ടാ. ഇങ്ങനെയുള്ളതൊക്കെ ആദ്യരാത്രി ചെയ്യേണ്ട കാര്യമല്ലേ? അതെ, ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ ആദ്യരാത്രി പുരാണം പറച്ചില്. അല്ല, എത്ര വട്ടം ആദ്യരാത്രി നടത്തും? അതിന് വല്ലതും നടന്നിട്ട് വേണ്ടേ? അല്ല, അന്ന് നടന്നു പിന്നെന്താ? മുഹൂർത്തം കുറിച്ച് റൂമിലേക്ക് പോയതല്ലേ ഉള്ളൂ. പിന്നെ എല്ലാം വഴക്കായിരുന്നു, വേറൊന്നും നടന്നില്ലല്ലോ. ആണോ? അന്ന് രാത്രി സാറിന് ഭീകര ദേഷ്യം പകയായിരുന്നല്ലോ എന്നോട്. മനുഷ്യനായ ദേഷ്യം ഉണ്ടാവില്ലേ? ഭർത്താവിന്റെ മുറിയിലേക്ക് ഭാര്യയുടെ അനിയത്തെ കയറ്റി വിട്ടവളോട് ഞാൻ ക്ഷമിക്കണോ? മതി മതി, ഇനിയും പഴങ്കഥയും പറഞ്ഞോണ്ട് വഴക്കിടാൻ എന്നെ കൊണ്ട് വയ്യ ദേവേട്ടാ. ആദ്യരാത്രിയുടെ കാര്യം എന്താന്ന് വെച്ചാ നോക്ക്. ഇനിയിപ്പൊ എന്ത് നോക്കാനാ വൈദേഹി? ഒരിക്കലെല്ലാം നമ്മൾ ഉറപ്പിച്ചതല്ലേ, അന്ന് നടന്നതുമില്ല. അതിനി നടക്കുമ്പോ നടക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം ചടങ്ങൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി ഇതിനു വേണ്ടി മുഹൂർത്തം കുറിക്കാൻ പറയാൻ പറ്റുമോ? പറയണം ദേവേട്ടാ. ഒരിക്കൽ കുറിച്ച് മുഹൂർത്തം എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങുകയാണെങ്കിൽ വീണ്ടും മുഹൂർത്തം കുറിക്കണമെന്നാ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷോ? ഓ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ദേവേട്ടൻ എന്തറിഞ്ഞിട്ടാ? ഓ, അപ്പൊ പിന്നെ നിനക്കെല്ലാം അറിയാം. മൂത്തവരൊക്കെ വീട്ടിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ. അമ്മയോട് പറഞ്ഞു മുഹൂർത്തം കുറിക്കുന്നേ. ഞാൻ ചെന്ന് അമ്മയോട് പറയണോന്നാ? പിന്നല്ലാണ്ട് നേരെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് അന്ന് ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ല, അതുകൊണ്ട് വീണ്ടും ഒരു മുഹൂർത്തം കുറിക്കണമെന്ന് പറ. ഞാനെങ്ങനെ ചെന്ന് ചോദിക്കാനാ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ തന്നെ ചോദിച്ചാ മതി. ഞാൻ പാവല്ലേ, പെണ്ണുങ്ങൾ ചെന്ന് ചോദിക്കോ? ഞാനൊരാണല്ലേ, ഞാൻ എങ്ങനെയായിട്ട് ചെന്ന് ചോദിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ അന്നൊന്നും നടക്കാതിരുന്ന് നീ ഒരുത്തി കാരണോ? അതുകൊണ്ട് ഇത് നീ തന്നെ ചോദിച്ചാ മതി. നിനക്കിത് വേണോന്നുണ്ടെങ്കിൽ മതി. എന്ന് ശരി ദേവേട്ടാ, ഞാനും ചോദിക്കുന്നില്ല, ദേവേട്ടനും ചോദിക്കണ്ട. നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. അല്ല, നിക്ക്. അല്ലെങ്കിൽ വേണ്ട. അപ്പോഴേക്കും അങ്ങ് പിണങ്ങി പോവാ. രണ്ടിലൊന്നങ്ങ് തീരുമാനിച്ചാ പോരെ?
പ്രശ്നം നമ്മൾ രണ്ടുപേരുടെ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരുമിച്ച് വേണമല്ലോ പരിഹാരം കാണാനായിട്ട്. അങ്ങനെ മര്യാദയ്ക്ക് ഇപ്പൊ കാര്യം പറ. അല്ല വൈദേഹി, വീട്ടിൽ ഇത്രയും ആൾക്കാരില്ലേ, അവർക്ക് എന്ത് ഇങ്ങനെ ഒരു ചിന്തയില്ലാത്ത? നമ്മുടെ ഈ പിള്ളേരെ എങ്ങനെ ജീവിക്കുന്നു, അവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ? ഇനിയിപ്പൊ നടന്നില്ലെങ്കിൽ അതെങ്ങനെ നടത്തിക്കുക? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ എന്ന് നോക്കിയാ അവർക്ക്. സത്യത്തിൽ ആദ്യം എന്റെ ഇന്ദുവിന് വേണം പറയാൻ. പ്രായം എത്ര ആയി എന്നല്ലാതെ ഒരല്പം പോലും ഇതിനെക്കുറിച്ച് വിവരമില്ലെന്ന് വെച്ചാ. ഇന്ദോമിക്ക് എന്തറിയാം? നമുക്കിടയിൽ ഒന്നും ഇല്ലാന്നല്ലേ വിചാരിച്ചിരിക്കുന്നേ? അപ്പൊ ഒന്നുമില്ലാന്ന് അറിയാലോ അവർക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ? ഇവിടെ ഒരു അനന്തരാവകാശി വേണം, കൊച്ചുമോൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഉണ്ടായി വരുമോ? അവർക്കൊക്കെ പ്രായമായില്ലേ, ഇതൊന്നും ഓർക്കാൻ സമയം കാണില്ല. നമുക്ക് നമ്മുടെ കാര്യം ചെന്ന് പറയാം. ദേവേട്ടന്റെ സ്റ്റൈലിൽ പറ, ഞാൻ എന്റെ സ്റ്റൈൽ അവതരിപ്പിക്കാൻ നോക്കാം. ഇതൊക്കെ അവർക്ക് മനസ്സിലാവുമോ? നമുക്ക് നോക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്കിടയിലൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ ചെവിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ അവര് നോക്കിക്കോളും. ആദ്യം ഇതൊന്ന് നോക്കിയേ. എന്നാലും ഈ പ്രായത്തിൽ ഇതെന്ത് പരീക്ഷണം എന്റെ ഈശ്വര. എന്റെ കല്യാണം നടത്തി തരുമോ അച്ഛാന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഈ ആദ്യരാത്രി നടത്തി തരാൻ പറയുന്നത് എങ്ങനെയാ? ആരുടെ ആദ്യരാത്രിയുടെ കാര്യോ? ഒന്നുമില്ല, നീ ഒന്ന് പോയേ. സാരമില്ല, പറഞ്ഞു ദേവേട്ടാ. വൈദേകച്ചിയും ദേവേട്ടനും കൂടെ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നല്ലോ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്റെ നല്ല ഇടി കിട്ടും. എന്നാ ശരി, ഞാൻ പോയേക്കാം. മനുഷ്യൻ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ടെൻഷനിൽ നിൽക്കുമ്പോൾ അവന്റെ സഹായം. എന്നാലും ഞാൻ ഇതെങ്ങനെ ചെന്ന് അവതരിപ്പിക്കുന്ന?